ഹലോ ഗായ്സ്, നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ? ഇല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പ് ഓൾറെഡി നിലവിൽ റണ്ണ് ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സൂറത്തിലാണ്. സൂറത്തിൽ ഇതാ ഇഷിത ഹൗസ് ഫാക്ടറി ഔട്ട്ലെറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതിന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സൂറത്തിലാകുമ്പോൾ വെച്ചിട്ട് ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ ഭാഷ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ മലയാളി സ്റ്റാഫ് ഉണ്ട്. ഇവിടെ മലയാളത്തിൽ നമുക്ക് സംസാരിച്ച് എല്ലാം മലയാളത്തിൽ തന്നെ ഡീൽ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമ്മുടെ സ്റ്റാഫായിട്ട് ഇതാ നമ്മുടെ അനൂപേട്ടുണ്ട്. ഹായ്. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും മലയാളത്തിൽ വന്നാലും നമ്മുടെ അനൂപേട്ട വന്നെല്ലാം സേഫായിട്ട് ഡീൽ ചെയ്ത് കൊടുക്കില്ലേ? ചെയ്തു തരാം സാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നാണ് തുടങ്ങിയാലോ? എല്ലാം കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഈ ഷോപ്പ് എന്തൊക്കെ ഉണ്ട്, എങ്ങനത്തെ റേറ്റില്, എങ്ങനത്തെ ബഡ്ജറ്റ്, എന്തൊക്കെ സാധനങ്ങൾ ഐറ്റംസ് നമുക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ സാർ. ഓക്കെ, ഇത് നമ്മുടെ റിസപ്ഷൻ ആണ്. ഇത് നമ്മുടെ റിസപ്ഷൻ. ഇവിടെ ബില്ലിംഗ് സ്റ്റാഫ്സ് തൊട്ടിട്ട് അവർ അക്കൗണ്ട് സ്റ്റാഫ്, അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും ഇവിടെ ഉണ്ടാവും. ഇവിടെ എത്തിയിട്ടാണ് അവർ ഫസ്റ്റ് നമ്മുടെ സോഫയിൽ ഇരുത്തും. അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വരും. നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ അപ്പോൾ ആ ലാംഗ്വേജിലുള്ള സ്റ്റാഫ് വരും. പിന്നെ ഇത് നമ്മുടെ ദൈവം ഇവിടെ പ്രേ ചെയ്തിട്ടാണ് നമ്മുടെ ഓണറും നമ്മുടെ എല്ലാ സ്റ്റാഫും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ കോട്ടൺ സിൽക്ക് പട്ടു സാരിയുടെ സെക്ഷനാണ് സാർ. പട്ടു സാരിയില്ലേ? അതെ. ഇവിടെ നമ്മുടെ അടുത്ത് 145 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 145 നിന്ന് സ്റ്റാർട്ടായി 3000-4000 വരേക്കും നമ്മുടെ അടുത്ത് കോട്ടൺ സാരി, സിൽക്ക് സാരി, പട്ടു സാരി, ബനാറസി സാരി, ഡിസൈനർ സാരി, ഡെയിലി വെയർ സാരി എല്ലാം ഈ സെക്ഷനിൽ ഉണ്ട്. കളക്ഷൻ കളേഴ്സ് എല്ലാം അവൈലബിൾ. ലൈറ്റ് കളർ, ഡാർക്ക് കളർ, ഏത് കളർ ഉണ്ട്. എല്ലാ സെറ്റ് ടു സെറ്റേ കിട്ടത്തുള്ളൂ. ഓൺലി ഫോർ ബിസിനസ് പർപ്പസ്. സിംഗിൾ പീസിന് വേണ്ടി ആരും ഫോൺ ചെയ്യരുത് പ്ലീസ്. ഓൺലി ബിസിനസ് പർപ്പസ് ആയിട്ട് നമ്മൾ തരത്തുള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. പിന്നെ അടുത്ത സെക്ഷൻ ഇത് എന്തിന്റെ സെക്ഷനാണ് വരുന്നത്? ഈ സെക്ഷൻ മൊത്തം സർ പ്രിന്റഡ് സാരി, ഡിസൈനർ സാരി, പിന്നെ ഹാൻഡ് വർക്ക് സാരി, ബ്രൈഡൽ സാരി എല്ലാം കിട്ടും. ഈ രണ്ട് സെക്ഷൻ കൂടി ചെയ്യും. ബ്രൈഡലും ഡിസൈനറും അങ്ങനെയല്ല? അതെ, പ്രിന്റഡ് സാരി നമ്മുടെ ഡെയിലി വെയർ വരത്തില്ലേ? അതല്ലേ. അപ്പൊ ഇതൊക്കെ ഏകദേശം എന്ത് റേറ്റിലാണ് വരുന്നത്? ഈ സെക്ഷനിലെ സ്റ്റാർട്ടിംഗ് 110 മുതൽ സ്റ്റാർട്ടിംഗ്. അതെ, സാരീസ് വെറും 110 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 110 സ്റ്റാർട്ടായി 5000 വരേക്കും ഉണ്ട്. 5000 നമ്മുടെ അടുത്ത് വെറൈറ്റികൾ ഐറ്റംസ് ഇവിടെ റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രിന്റഡ് സാരീസ്. അതെ, ഇത് പ്രിന്റഡ് സാരി, ഡിസൈനർ സാരി, ഹാൻഡ് വർക്ക് സാരി, സെലിബ്രിറ്റി സാരീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് സർ. ഇവിടെ പിന്നെ ക്വാളിറ്റി പറഞ്ഞ ഓർഗൻസ, ജോർജറ്റ്, സിഫോൺ, മോഡൽ സിൽക്ക്, കോട്ടൺ, അജ്രക് പ്രിന്റ്, എന്തൊക്കെ വേണം എല്ലാ ആർട്ടിക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ്. സാരീസ് വിത്ത് റെഡിമെയ്ഡ് ബ്ലൗസ്. പിന്നെ നമ്മുടെ അടുത്ത് സാരീസ് വിത്തൗട്ട് ബ്ലൗസ് സാരീസ് ഇല്ല, എല്ലാം വിത്ത് ബ്ലൗസ് ആണ് സാരി. അതുപോലെ വിത്ത് ബ്ലൗസ് സാരി വിത്ത് റെഡിമെയ്ഡ് സാരീസും ബ്ലൗസും ഉണ്ട്. ദാണ്ട് അവിടെ ക്യാമറ അടിച്ചുകൊണ്ട് എക്സ്ട്രാ ബ്ലൗസ്, ഡിസൈനർ ബ്ലൗസ്, പിന്നെ സെക്കൻഡ് ബ്ലൗസ് സാരിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ഇതുപോലെ ഇവിടെ സർ 20,000+ വെറൈറ്റി സാമ്പിൾസ് ഉണ്ട്. അതല്ലേ, 20,000 മേലെ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഓക്കെ, അതെന്തായാലും ഒരു അത്രയും കളക്ഷൻ ഇതുപോലത്തെ ഒരു കളക്ഷൻ ഉള്ള ഷോപ്പൊക്കെ ഉണ്ട് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് നല്ല കളക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ സൂറത്തിലേക്ക് തന്നെ വരണം. ഇതൊക്കെ നമ്മുടെ കസ്റ്റമർ സിറ്റിംഗ്സ് ഏരിയ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാം കളക്ഷൻ കാണിച്ചു തരും. അടുത്തത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡ്രസ് മെറ്റീരിയൽസ് ആണ്. അതല്ലേ, ചുരിദാർ മെറ്റീരിയൽസ് ആണോ? ഇല്ല, ഇത് ചുരിദാർ ലാസ്റ്റില്. ഇതൊക്കെ താണ്ട് ഇതുപോലെ സാരീസ് ഒക്കെ നമ്മുടെ അടുത്ത്. ഇതൊക്കെ നമ്മുടെ സാരീസിന് തന്നെ. അതെ, ഒരു കോട്ടൺ സാരി, സിഫോൺ സാരി, ഡിസൈനർ സാരി ഇതുപോലെയാണ് വരുന്നത്. ഇത് നമ്മുടെ ഡ്രസ് മെറ്റീരിയൽ, അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയലുടെ സെക്ഷന്. അതല്ലേ, അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽസ്. ഈ സെക്ഷനിലെ സ്റ്റാർട്ടിങ് വെറും 140 തൊട്ട് സ്റ്റാർട്ടിങ്. 140 സ്റ്റാർട്ടായി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ 140 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഇവിടെ 3000 വരേക്കും നമ്മുടെ അടുത്ത് ഐറ്റംസ് ഉണ്ട്. ഇവിടെ കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട്, സിഫോൺ ഉണ്ട്, പിന്നെ ഡിസൈനർ വെറൈറ്റികളുണ്ട്, നമ്മുടെ ഹാൻഡ് വർക്കുടെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ റണ്ണിംഗ് ഉള്ള ഐറ്റംസ് ആണ് ഈ ഡ്രസ് മെറ്റീരിയലും പിന്നെ റെഡിമെയ്ഡ് കുർത്തീസും പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ്. ഇത് ഓരോരായിട്ട് ഇപ്പൊ കാണിച്ചു തരാം.
ദാണ്ട് ഇതൊക്കെ ഉള്ള കോട്ടൺസ് ആണ്, ലൈറ്റ് ഡാർക്ക് പേസ്റ്റൽ കളർ എല്ലാം അവൈലബിൾ. എങ്ങനത്തെ വേണം വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ കളക്ഷനും ഉണ്ട്, ഷോപ്പ് തുടങ്ങണമെങ്കിൽ അതുപോലെ കളക്ഷനും ഉണ്ട്, പിന്നെ ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ കളക്ഷൻ ഉണ്ട്. നമ്മുടെ കസ്റ്റമർ ഇമ്പോർട്ട് എക്സ്പോർട്ട് രണ്ടുമാണ്, ഓൾ ഓവർ ഇന്ത്യയിലും ഉണ്ട്, ഔട്ട് ഓഫ് ഇന്ത്യയിലും ഉണ്ട്. നമ്മുടെ മലയാള കസ്റ്റമർ അറിയാമല്ലോ, ഓൾ ഓവർ വേൾഡിലും ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെറിയ ബിസിനസ് തുടങ്ങുന്നെങ്കിൽ അങ്ങനെ അതിനും ഇവർ എന്ത് ചെയ്ത് ബൾക്ക് മറ്റേ ഹോൾസെയിൽ ആയിട്ട് തന്നെ സാധനം തരും. ഇനി നിങ്ങൾ ഷോപ്പ് തുറന്നൊരാഴ്ചക്ക് ഷോപ്പിലേക്കുള്ള സാധനം സ്റ്റോക്ക് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്നാ പറയുന്നത്. ഓരോ സെക്ഷനിലെ മിനിമം 30,000 പർച്ചേസ് ചെയ്യണം, സെറ്റ് ടു സെറ്റ് മിനിമം 30,000 പർച്ചേസ് ചെയ്യണം. കസ്റ്റമർ ഇവിടെ വന്നു പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. വരാൻ പറ്റില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാം. പിന്നെ COD അവൈലബിൾ, ഒരു 30-40% പേയ്മെന്റ് ആദ്യം പർച്ചേസ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ചെയ്ത് തരാം. പക്ഷേ സിംഗിൾ പീസിലെ ഡീൽ ചെയ്തില്ല, പർപ്പസ് ആയിട്ട് തരാം. B2B. അടുത്ത സെക്ഷൻ റെഡിമെയ്ഡ് കുർത്തീസിലെ കാണിച്ചു. അപ്പുറത്തെ റെഡിമെയ്ഡ് കുർത്തീസ് നോക്കി വെക്കാം. ഇതൊക്കെ കോട്ട് സെറ്റ് ആണ്. കോട്ട് സെറ്റുകളും 2 പീസ് ഉണ്ട്, 1 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. ഇതൊക്കെ റെഡിമെയ്ഡ് സെക്ഷൻ ആണല്ലേ. ഈ സെക്ഷനിൽ 20,000+ വെറൈറ്റീസ് കളക്ഷൻ സാമ്പിൾസ് അവൈലബിൾ അതല്ലേ. അതെ, ഇവിടെ നമ്മുടെ അടുത്ത് 1 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തി, 2 പീസ് ടോപ്പ് ബോട്ടം, 3 പീസ് ടോപ്പ് ബോട്ടം ആൻഡ് സോൾ. അതുപോലെ കോട്ട് സെറ്റും ഉണ്ട്, പാകിസ്ഥാനി എല്ലാം അവൈലബിൾ. ഈ സെക്ഷനിലെ സ്റ്റാർട്ടിങ് ഒരു 9500 രൂപ മുതൽ സ്റ്റാർട്ടിങ്, ഓൺലി 95 സ്റ്റാർട്ടായി 3000-4000 വരയ്ക്ക് നമ്മുടെ അടുത്ത് ഐറ്റംസ് ആർട്ടിക്കിൾസ് റെഡിയായി. ഇവിടെ നോക്കിയാൽ നിങ്ങൾ മൊത്തം അതൊക്കെ മൊത്തം അതിന്റെ വെറൈറ്റി 20,000 കളക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് പീസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഇവിടെ വിത്തിൻ 10 days പുതിയ കളക്ഷൻ ഇതുകൊണ്ട് കൂടുമ്പോൾ പുതിയ സാധനങ്ങൾ എന്തായാലും ഇവര് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അകത്ത് വരയ്ക്കുണ്ട് നമ്മുടെ സാർ. ഇവിടെ ഓൺ മാനുഫാക്ചറിങ്, അതെ, ഓൺ വീവിങ്, മാനുഫാക്ചറിങ് ഓണ്, ഡൈയിങ് ഓണ്, എംബ്രോയിഡറി. അപ്പൊ ഇവരൊക്കെ ഓൺ മാനുഫാക്ചർ ആയതാണ് ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് തരാൻ പറ്റുന്നത്. നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കും, നമ്മുടെ ഏത് സെക്ഷനിൽ പോയാലും നിങ്ങൾക്ക് സൗത്ത് കളക്ഷൻ തന്നെ നോക്കാൻ പറ്റും. എന്താണ് അറിയാവോ, ഇവിടെ നമ്മുടെ അടുത്ത് 95% കസ്റ്റമർ എല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യൻസ്, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, വിശാഖപട്ടണം, ടോട്ടൽ സൗത്ത്. പിന്നെ 85% കസ്റ്റമർ നമ്മുടെ എല്ലാം റിപ്പീറ്റ് ഓർഡർ കസ്റ്റമർ. ഒരു പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകും, പിന്നെ സെക്കൻഡ് ടൈം അവിടെ നിന്ന് എമൗണ്ട് ഇട്ട് പറയും, സാർ ഇത് ഇട്ടതാ അത് ഇട്ടതാ. അതുപോലെ ഒരു റിലേഷൻ, അടിപൊളി റിലേഷൻ ആയിരുന്നു. നല്ല ഡീലിങ്സ് വെച്ച് എന്തായാലും വീണ്ടും എനിക്ക് വന്നപ്പോ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫ്, അതായത് ഞാൻ ആദ്യം ഫസ്റ്റ് കയറി വരുമ്പോ ഞാൻ ഒരു കസ്റ്റമറാന്ന് വെച്ചിട്ടാണ് ഇവര് നേരെ എന്നെ സ്വീകരിച്ച് നേരെ അവിടെ വിളിച്ചിരുത്തിയിട്ട് അല്ല നിങ്ങളല്ല ആളല്ല വന്നത്, അവര് വരവാ സാർ ഇരിക്കൂ എന്നിട്ട് ചായ ഒക്കെ തന്നു, വെള്ളം തന്നു, എന്നിട്ട് അവര് അത്ര നല്ല രീതിയിലാണ് കസ്റ്റമർ ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ബ്ലോഗറാണ്, ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നാണ്. ഓണർ 1 മണിക്ക് 2 മണി കസ്റ്റമർ ഫുഡ് എല്ലാം അവൈലബിൾ സാർ. ഇവിടെ പർച്ചേസ് ചെയ്യാനൊന്നും മെയിൻ ഇല്ല, മെയിൻ നമ്മൾ ഒരു റിലേറ്റീവ്സിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്, കസ്റ്റമറിനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. പിന്നെ ഇതാണ്ട് ഇത് നമ്മുടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത സാർ എല്ലാം ഇതൊക്കെ സാമ്പിൾസ് റൂംസാ. ഓക്കെ, സാമ്പിൾ റൂം ഇവിടെ സെലക്ട് ചെയ്ത് ബില്ലിംഗ് ഒക്കെ ചെയ്ത ഈ സാമ്പിൾസ് എല്ലാം ഗോഡൌണിലേക്ക് പോകും. അവിടെ നിന്ന് ഫ്രഷ് പീസ് എല്ലാം പാക്കായി ഈ സാമ്പിൾസ് റിട്ടേൺ ഇവിടെ തന്നെ വരും. ഫ്രഷ് പീസ് എല്ലാം ചെക്കായി പാക്കായി അവിടെ ഗോഡൌണിൽ ഇരുന്ന് ഡിസ്പാച്ച് ആവാൻ മുമ്പ് 3 ടൈം ചെക്ക് ആവും, പിന്നെ ഇവിടെ വരും. നോക്കാം, ഇത് നമ്മുടെ അക്കൗണ്ട്സ് റൂമാണ്. ഇവിടെ താണ്ട് ഇതുപോലത്തെ ഇത് ഒരു വേറെ കസ്റ്റമറിന്റെ, ഇത് വേറെ കസ്റ്റമറിന്റെ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതില് സ്കാൻ ചെയ്യപ്പോ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫൈനൽ ഇതില് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ആവുന്നില്ല. ഇത് ചെയ്തിട്ട് ഈ ഐറ്റംസ് ഒക്കെ അവിടെ പോകും. അവിടെ ബില്ലിംഗ് ആയി സ്കാൻ ആയി പിന്നെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഈ പാർസലൊക്കെ നിറയ്ക്കാൻ മുമ്പ് പിന്നെ ഫൈനൽ ചെക്ക് ഇതിലെ ഒരു പ്രോബ്ലം വരുന്നുണ്ടോ, പ്രോബ്ലം വന്നെങ്കിൽ റിട്ടേൺ ഗോഡൌണിൽ പോയി എല്ലാം ശരിയാക്കി നല്ലതായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പാർസൽ. അത്രയും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് പാർസൽ നമുക്ക് അയച്ചു തരിക നാട്ടിലേക്ക്. അപ്പൊ അതില് മിസ്റ്റേക്ക് വരണ്ടാവില്ല, കാരണം അത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവർക്ക് ഇത്രയും പ്രൊസീജിയേഴ്സ് അവർ തന്നെ എന്ത് അക്കൗണ്ട് സെക്ഷൻ ആയിട്ടും പാക്കിംഗ് സെക്ഷൻ ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ നമുക്ക് കാണുന്നത്.
പിന്നെ നമ്മുടെ അടുത്ത് മോളി ഫസ്റ്റ് ഫ്ലോറിൽ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്, നൈറ്റീസ് ഉണ്ട്, പിന്നെ നമ്മുടെ അടുത്ത് ദുപ്പട്ട ഉണ്ട്, ലെഗിൻസ് ഉണ്ട്, റണ്ണിങ് മെറ്റീരിയൽ അതെ, അതും കാണിച്ചു. നമുക്കത് നോക്കിയോ. ഇതൊക്കെ ഇതുപോലെ സാമ്പിൾ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ലെഗിൻസ് ആണ്. ലെഗിൻസിൽ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. ഷോർട്ട് ലെഗിൻസ് ഉണ്ട്, നീ കട്ട് ഉണ്ട്, പിന്നെ പ്ലാസോ ഉണ്ട്, ഇതുപോലത്തെ ഫ്രോക്ക് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടില് ഏറ്റവും മൂവിങ് ഐറ്റം. മൂലി ഇതൊക്കെ എന്ത് റേറ്റില് സ്റ്റാർട്ടിങ്? ഇതിലെല്ലാം 100 രൂപ തൊട്ട് 45 ലെഗിൻസിൽ 45 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് 300 വരെയും ഉണ്ട്. അതല്ലേ, 45 ഇട്ടിട്ട് 300-400 വരെയാണ് നമ്മുടെ ലെഗിൻസ് റേറ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം സാർ, ഞാൻ സ്റ്റാർട്ടിംഗ് റേറ്റ് എൻഡിങ് റേറ്റ് പറയുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേറ്റ് 45 ആയാലും ശരി, 95 ആയാലും ശരി, എല്ലാം ഗ്യാരണ്ടഡ് ഐറ്റമാണ്. കളർ ഒന്നും സ്പ്രെഡ് ആവത്തില്ല, സ്വിങ് ആവത്തില്ല, എല്ലാ ക്വാളിറ്റി റേറ്റ് നോക്കണ്ട, പക്ഷെ ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. ഇതാണ്ട് ഇത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസുടെ സെക്ഷന്. റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ അടുത്ത് 60 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ്. ഇതാണ്ട് ഇതുപോലത്തെ ഇതൊക്കെ സ്ട്രെച്ചബിൾ സാർ, പിടിച്ച ഇതൊക്കെ സ്ട്രെച്ചബിൾ ബ്ലൗസ്. ഈ ജോലിയിലേക്ക് പോകുന്നെങ്കിൽ ടക്കിനിട്ട് ഫാസ്റ്റ് ആയിട്ട് റെഡി ആവാൻ. അതുപോലത്തെ ഡിസൈനർ സോൾസ്, ഡിസൈനർ ബ്ലൗസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ. നൈറ്റിയുടെ ഇഷ്ടംപോലെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. നൈറ്റി നമ്മുടെ അടുത്ത് 90 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ്. ഇതിൽ 1000 രൂപ വരയ്ക്ക് നമ്മുടെ അടുത്ത് നൈറ്റീസിലെ ഫീഡിംഗ് നൈറ്റീസ് ഉണ്ട്, 3/4 നൈറ്റീസ് ഉണ്ട്. ഇത് 60 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ്. ഇതിലുണ്ട് 300-400 വരയ്ക്കും. ഇതില് 90 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ആയി. ഇതില് 1000 റുപ്പീസ് വരയ്ക്ക് ഐറ്റംസ് ഉണ്ട്. അതുപോലെ നോക്ക്, ഇത് നമ്മുടെ ഡിസൈനർ ബ്ലൗസ് അൺസ്റ്റിച്ചഡ്. സാഡിയുടെ മാച്ചിങ്ങില് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇഷ്ടമുള്ള പോലെ സെറ്റ് ആയിട്ട് കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ടാസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ദുപ്പട്ടാസ് നമ്മുടെ അടുത്ത് 20 രൂപ മുതൽ സ്റ്റാർട്ടിങ്. ഇതിലെ പല വെറൈറ്റികൾസ് ഉണ്ട്. 20 കളർ വരും. ഇത് 5 കളർ ഉണ്ട്, ഇന്നും 15 കളർ ഉണ്ട്. ഡിസൈൻ സെയിം കളർ വേറെ വേറെ ആയിട്ട് വരും. ഇതിലെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡിസൈനർ സോൾസും ഉണ്ട് നമ്മുടെ അടുത്ത്. അല്ല, ആ ഡിസൈനർ സോൾ ഇതിന്റെ ലെങ്ത് കൂടുതൽ വരും. പിന്നെ സ്ട്രാപ്പ് ആയിട്ട് നമുക്ക് കെട്ടാം. മാച്ചിങ് ടോപ്പ് കുർത്തീസിന് മാച്ചിങ്ങിലൊക്കെ ഇടാം. ഇത് ലെഗിൻസ്, ഇത് നമ്മുടെ ലെഗിൻസും ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് പെറ്റിക്കോട്ട്സ് അവൈലബിൾ. ഇതുപോലത്തെ സിമ്പിൾ സോബർ ബ്ലൗസ് സോൾസും റെഡിയാ. പിന്നെ നമ്മുടെ ഏറ്റവും കേരളയുടെ ഡിമാൻഡഡ് ഐറ്റംസുടെ ഇപ്പോൾ ഒരു സെക്ഷൻ കാണിക്കാൻ പോവാം. എന്താ നോക്കാം. ഫുൾ ഓൺലി പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആയിട്ട് അതെ ഇപ്പൊ കാണിക്കാൻ പോകുന്ന സെക്ഷൻ. ഇതാണ്ട് സർ, ഇത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ ഫാബ്രിക്കിന്റെ സെക്ഷൻസ് ആണ്. അതെ, റണ്ണിങ് മെറ്റീരിയൽ ഫാബ്രിക്. ഇപ്പൊ ആദ്യം നമ്മുടെ സ്കൂൾ പഠിക്കാൻ നേരത്തൊക്കെ ആഫ്റ്റർ +2 നഴ്സിംഗിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങൾ ഫാഷൻ ഡിസൈനറായിട്ട് മാറുക. ഞാൻ ഇവിടെ ജോലിക്ക് വന്നപ്പോ ഞാൻ നോക്കിയത് കൊച്ചു പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഫാഷൻ ഡിസൈനറായിട്ട്. ഇതിലൊക്കെ എങ്ങനെയാ സാർ? ഇത് റണ്ണിങ് മെറ്റീരിയൽ ഫാബ്രിക്ക. ഇത് നമ്മുടെ റെഡി സ്റ്റോക്ക് മിനിമം 30 മീറ്റർ മുറിച്ച് മേടിക്കണം. പിന്നെ മേക്ക് ടു ഓർഡർ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പ്ലെയിൻ ഐറ്റംസ് റെഡിയാ. ഇതുപോലെ ഇതൊക്കെ മൊത്തം ഡിജിറ്റൽ പ്രിന്റാ, എല്ലാം വേറെ വേറെ തുണിയില്ല. പിന്നെ കസ്റ്റമർ പറയുന്ന തുണിയിലേക്ക് നിങ്ങൾക്ക് ഏത് ഡിസൈൻ മതി ആ ഡിസൈൻ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തു തരും. പിന്നെ കസ്റ്റമറിന്റെ ഓൺ ഡിസൈൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും. പിന്നെ പ്ലെയിൻ ഐറ്റംസ് നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ക്രേപ്പ് ഉണ്ട്, സാറ്റിൻ ഉണ്ട്, ലൈനിങ്സ് ഉണ്ട്. ഇതുപോലത്തെ കളേഴ്സ് ഏത് കളർ വേണമെങ്കിലും സാധനം 30 മീറ്റർ മിനിമം. ഈ മേക്ക് ടു ഓർഡർ മിനിമം 50 മീറ്റർ. റെഡി സ്റ്റോക്ക് ഐറ്റം ഉണ്ടെങ്കിൽ മിനിമം 30 മീറ്റർ. ഇതൊക്കെ കോട്ടൺ അജ്രക് കോട്ടൺ. ഇങ്ങോട്ട് വാ, ഇതൊക്കെല്ലാം റെഡി ഐറ്റം, ഡിസൈനർ ഐറ്റം മൊത്തം. ഇതിലെ ജോർജറ്റ്, സിഫോൺ, ചന്തേരി എല്ലാം ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് മൊത്തം അജ്രക് പ്രിന്റ് ആണ്. ഇതിലെ നമ്മുടെ അടുത്ത് 1 പീസ് ടോപ്പും കിട്ടും, 2 പീസ് ടോപ്പ് ബോട്ടും കിട്ടും, പിന്നെ 3 പീസ് ടോപ്പ് ബോട്ടം സോളും അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്. ഇതിൽ എങ്ങനെയാ സാർ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ മൊത്തം കൂടുതലായിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? ഒരു നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് വെക്കും, ഒരു ഡിസൈനർ ഉണ്ടാവും, സ്റ്റിച്ചിങ് ചെയ്യുന്നവരെ ഉണ്ടാവും. സ്റ്റിച്ച് ചെയ്ത് ഒരു കൊച്ചു ബൂട്ടിക് അല്ലെങ്കിൽ വലിയ ബൂട്ടിക് ചെയ്യും. ഇവിടെ നമ്മുടെ ഷോപ്പിൽ തന്നെ പുതിയ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്ത്
അത് നമ്മുടെ ബുട്ടിക്കിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് അവിടെ സെൽ ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് തന്നെ തുണി പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തന്ന ഒന്ന് തുണി സെൽ ചെയ്ത് അതിന്റെ പ്രോഫിറ്റ്, പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിന്റെ ഒരു പ്രോഫിറ്റ്, പിന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഷോപ്പിലേക്ക് ഡിസ്പ്ലേ ചെയ്ത അതിന്റെ ഒരു പ്രോഫിറ്റ്. ഇതിൽ പറഞ്ഞ ഒരു നമ്മുടെ കർച്ചിഫിടെ പോലെ തുണി ഉണ്ടെങ്കിൽ വേസ്റ്റ് പോകത്തില്ല. ഇത് ഒരു ഹാൻഡ് കവറിങ് ചെയ്യാ എന്തെങ്കിലും ചെയ്താൽ അതാ പറഞ്ഞ ഇത് ഏറ്റവും ഫുൾ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണ് ഈ റണ്ണിങ് ഫാബ്രിക് മെറ്റീരിയൽ. എല്ലായിടത്തും ബൊട്ടീക്സ് ഒക്കെ അവിടെ ട്രെൻഡിങ് ആയിട്ട് വരികയാണ്. നമ്മുടെ ഇവിടുത്തെ ഐറ്റംസും ഷോപ്പ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ മൊത്തം കണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവിടുത്തെ ഓർഡർ ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും ഓർഡർ നോക്കാം സാർ. ഇപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തന്നായിട്ടും ഇതൊക്കെ നമ്മുടെ അടുത്ത് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ്സിന് വേണ്ടി എന്തൊക്കെ വേണം എല്ലാ ഐറ്റംസ് നമ്മുടെ അടുത്ത് ഒരു സ്പോട്ടിൽ തന്നെ റെഡിയാണ്. നിങ്ങൾ സൂറത്തിൽ വന്ന കുർത്തീസ് വേണമെങ്കിൽ ഒരു 1 lakh സോപ്പ് ഉണ്ട് ഇവിടെ. എല്ലാ മാനുഫാക്ചറിനും പറയും, പക്ഷേ യാരും മാനുഫാക്ചർ ഇല്ല ഇവിടെ. മോസ്റ്റ് ഓഫ് 90% ട്രേഡേഴ്സ് ആണ്. നിങ്ങൾക്ക് കുർത്തി വേണമെങ്കിൽ ഒരു എത്ര കട സോപ്പ് നിങ്ങൾക്ക് തേടി നടക്കണം. ഡ്രസ് മെറ്റീരിയൽ വേണമെങ്കിൽ അതിന്റെ പേര് വേറെ സോപ്പ് നോക്കണം. സാരീസ് വേണമെങ്കിൽ അതിന്റെ വേണ്ടി വേറെ സോപ്പ് നോക്കണം. പക്ഷെ എവിടെ വിശ്വസിക്കാണ്ട് ഒന്നും മനസ്സിലാവില്ല. എല്ലാം ഒരൊറ്റ കൊടക്കീഴിലാണ് എല്ലാ ഐറ്റംസും കൂടി ഇവര് ഒരുക്കിയിട്ടുള്ളത്. അത് ഇവരെന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യാനാണ് ഇവർക്ക് ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി തരാൻ പറ്റും. ഇവരെ ചലഞ്ചസ് ഓൺ പ്രൈസ്, ചലഞ്ചസ് ഓൺ ക്വാളിറ്റി എന്നാണ്. അവർ രണ്ടും പ്രൈസ് കുറവാന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറവാന്നല്ല, ഇവർ അത്രയും കളറൊക്കെ പോലെ ഗ്യാരണ്ടി തരുന്നുണ്ട് അല്ലേ? അതെ സാർ. അത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് തരുന്നത്. അപ്പൊ അത്ര വിശ്വസിക്കാം. നമുക്ക് ഒരു വട്ടം ഡീലിങ്സ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ കൂടുതലും അഗൈൻ വീണ്ടും വരുന്ന കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഇത്ര നല്ല സർവീസും നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് വീണ്ടും ഇവിടെ കസ്റ്റമേഴ്സ് വരുന്നത്. പിന്നെ ഓരോ കാര്യം കൂടെ സാർ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ഡിസ്പ്ലേയിലെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്ത് സംസാരിച്ചാൽ എന്ത് പ്രോബ്ലം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാൻ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ വരാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ഹിന്ദി അറിയത്തില്ല, പുതിയ സിറ്റിയാ, ഞങ്ങൾ അവിടെ പോയാൽ എന്ത് ചെയ്യും, എവിടെ പോകും, എവിടെ സ്റ്റേ ചെയ്യും, അതിന് ഒന്നിനു വേണ്ടി പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് വന്നാൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ബൈ ഫ്ലൈറ്റ് ബൈ ട്രെയിൻ വന്നാൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ടിക്കറ്റിൻ്റെ ഫോട്ടോ തന്നിരിക്കുന്ന നമ്പറിൽ സംസാരിച്ച് വാട്സപ്പ് ചെയ്ത് തരണം. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് പാതി രാത്രിയിൽ വന്ന് ഇറങ്ങിയാലും നമ്മുടെ കമ്പനി ഡ്രൈവറുണ്ട്, വണ്ടിയുണ്ട്, ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അവന്മാർ നിങ്ങളെ പ്രോപ്പർ പിക്കപ്പ് ചെയ്ത് നിങ്ങൾ പറയുന്ന റേറ്റിലേക്ക് ഹോട്ടലും കാണിച്ചു തന്ന് ബുക്കൊക്കെ ആക്കി പിന്നെ നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എത്ര പ്രാവശ്യം അടുത്ത ദിവസം ആയാലും എല്ലാം ഫ്രീ സർവീസാണ്. ഇത് ജസ്റ്റ് ഫോർ കസ്റ്റമറിന്റെ സേഫ്റ്റിന് വേണ്ടി. പിന്നെ പേഴ്സണലായിട്ട് ഇവിടെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും നല്ല സേഫ് ഡീലിങ്സ് വേറെ ഇനി കിട്ടും. നമ്മുടെ നാട്ടിൽ ഇരുന്ന് സംസാരിച്ച് ഇപ്പൊ ഫാമിലിക്ക് ഉണ്ട് സാർ, നമ്മൾ എന്റെ മോളുണ്ട്, വരണുണ്ട്, ഒറ്റയ്ക്ക് വരണുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വന്നിട്ട് സേഫ് ആയിട്ട് ഞാൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഫാമിലി പോലെ ട്രീറ്റിംഗ്, നമുക്ക് അതിന് വേണ്ടി ഒന്നും പേടിക്കണ്ട, ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും നല്ല സർവീസ് ഇനി കിട്ടുന്ന തോന്നുന്നില്ല. അപ്പൊ എന്തെങ്കിലും സൂറത്തിൽ വരുന്നുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് അസിസ്റ്റ് വേണമെങ്കിലും ഈ രാത്രി ഒന്ന് ഇറക്കി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഫ്രീ സർവീസ് ആയിട്ട് നിങ്ങളുടെ റൂമിലേക്ക്, നിങ്ങളുടെ ബഡ്ജറ്റുള്ള റൂമിലേക്ക് എത്തിച്ചു തന്നിട്ട് വരും. ഇപ്പൊ എനിക്കും കിട്ടിയത് തന്നെയാണ്, എന്നെ ഇവരെന്നെയാണ് എന്റെ റൂമിലേക്ക് ആക്കിയെന്ന് എന്നെ ഇതപ്പോ ഫുൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ഡ്രൈവർ പോയാ എന്നിട്ട് എന്ത് ചെയ്ത് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. ഇതപ്പോ ഇങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്തു, ഇനിയിപ്പോ തിരിച്ച് ഞാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വിളിച്ച് സംസാരിച്ച് എല്ലാം നിങ്ങൾക്ക് ഓക്കെ തോന്നിയതിന് ശേഷം മാത്രം ഇതില്ല. പിന്നെ ഒന്ന് നമ്മുടെ അടുത്ത് ഫോൺ ചെയ്ത് വന്ന് നമ്മുടെ വണ്ടിയിൽ വന്ന് പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, പക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഇത്രയൊക്കെ ചെയ്ത് ഇത്രയൊക്കെ സംസാരിച്ച് ഇത്ര ദിവസമായിട്ട് ഫോളോ അപ്പിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ ഇവന്മാർക്ക് എന്തോ തോന്നും, അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ വന്ന് നോക്ക്, നിങ്ങൾക്ക് റേറ്റ് മനസ്സിലായ, നിങ്ങൾക്ക് ക്വാളിറ്റി ഇഷ്ടമായ മാത്രം നിർബന്ധം ഒന്നുമില്ല. നമ്മുടെ വണ്ടിയിൽ വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്നെന്ന് വിചാരിച്ച് മേടിക്കണം, അങ്ങനെയുള്ള നിർബന്ധം ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. യുവർ സാറ്റിസ്ഫാക്ഷൻ ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ആ സെക്ഷൻ വൈൻഡിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് സംസാരിക്കും. ഓക്കെ, ബൈ.